ഹലോ, ഹായ്, നിക്കിത റബിലാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 2-3 ഡേയ്സ് ബാക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് രാത്രിയിലാണ് സംഭവം ഉണ്ടായത്. പക്ഷെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പം കിടന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ മോനൊക്കെ ഉറങ്ങി. അപ്പം എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ബോഡിയിലൊക്കെ പെയിനൊക്കെ വന്നു. അപ്പം അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ഗുളിക കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഗുളിക കുടിച്ചിട്ടില്ല, ഞാൻ പോയി ഗുളിക കുടിച്ച് വരട്ടെ, വല്ലാത്തൊരു കിടക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയി. അപ്പം വെള്ളം റൂമിൽ എടുത്ത് വയ്ക്കുന്ന മോന് കുടിക്കാൻ വേണ്ടി മാത്രമാണ് റൂമിൽ വെള്ളം എടുത്ത് വയ്ക്കാറ്. അപ്പം ഞാൻ അതെടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി, ലൈറ്റൊക്കെ ഇട്ട് കിച്ചണിൽ പോയി വെള്ളം എടുക്കുമ്പം അടുക്കളയിലെ ഡോറിനൊരു മുട്ട്, ഒരൊറ്റൊരു മുട്ടേ. അപ്പം ഞാൻ നേരെ ഇങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് ഡോറിൽ നോക്കി മേലെയും ഇങ്ങനെ കുറ്റിയുണ്ട്, താഴെയും കുറ്റി ഇടുന്നത്. അപ്പം ഞാൻ രണ്ടും മേലെയും താഴെയും നോക്കി. അപ്പോൾ അത് ലോക്കാണ്, ഡോർ ക്ലോസ്ഡാണ്. അപ്പം ഞാൻ ഒരു പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ വെള്ളം എടുത്ത് റൂമിൽ വന്ന് ഗുളികയും കുടിച്ച് ഞാൻ കിടന്ന്. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോൾ അച്ഛൻ പറഞ്ഞ്, ഇന്നലെ അടുക്കള വാതിൽ അടച്ചിട്ടില്ലായിരുന്നു, ഞാനാണ് അടച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എത്ര മണിക്ക്? 12 മണിയായി ഉണ്ടാവും. 12 മണിക്കാണ് ഞാൻ ഡോർ അടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു 11 മണിക്ക്. എല്ലാവരും കിടന്ന് കുറച്ച് കഴിഞ്ഞ് 11 മണി ആയപ്പോൾ ഞാൻ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ടൈം. അപ്പം ഞാൻ പറഞ്ഞു 11 മണിക്ക് ഞാൻ ഗുളിക കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഡോറ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഡോറ് തുറന്നിട്ടിട്ടില്ല, അടച്ചിട്ടുണ്ട്. കാരണം ഒരു ടെക് എന്ന് പറഞ്ഞൊരു മുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകം നോക്കിയതാണ്. അല്ലെങ്കിലും ഞാനാണ് ഇപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഗുളിക കുടിക്കാൻ വെള്ളം എടുക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ ഇതേമാതിരി ഇങ്ങനെ മുകളിലും താഴെ ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അത്രയും ഉറപ്പാണ്, ടൈമും എനിക്ക് ഉറപ്പാണ്. അപ്പം അച്ഛൻ പറഞ്ഞല്ല, ഞാൻ അടച്ചിട്ടുണ്ട് 12 മണിക്ക്, രാത്രി 12 മണിക്ക് ഞാനും പോയി നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ്. അച്ഛനങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ്, അതാ ഇവള് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്, അതുകൊണ്ട് എനിക്കും ഉറപ്പാണ് എനിക്ക് അമ്മയും പറഞ്ഞു. അപ്പം പക്ഷേ അടച്ചൊരാൾക്ക് അത്രയും ഉറപ്പല്ലേ? വാതിൽ തുറന്ന് കിടക്കുന്ന വാതിൽ അടച്ചെന്ന് പറയുമ്പോൾ അത് കള്ളത്തരമല്ലല്ലോ, കള്ളം പറയല്ലല്ലോ. അപ്പം അച്ഛൻ പറയുന്നത് ഞാൻ അടച്ചിട്ടുണ്ട്, അപ്പം നമുക്കത് വിശ്വസിക്കണം. അപ്പം ഞാൻ പറയാണ്, ഞാനത് അടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. അങ്ങനെ പിന്നെ അതവിടെ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരം ഉണ്ടായില്ല. പിന്നെ പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുക, അതെന്താ അങ്ങനെ സംഭവിച്ചത്, കുറേ ആലോചിക്കുക. പിന്നെ അത് വിടും. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലേക്ക് ഇതന്നെ വരും. കാരണം അടഞ്ഞു കിടന്ന്, അതായത് മുകളിലും താഴെയും കുറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 ഭാഗവും ഇങ്ങനെ തുറന്ന് കിടന്ന്. അപ്പോൾ കിച്ചണിലെ വിൻഡോ ഇതേപോലെ ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ആർക്കായാലും ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കാനൊക്കെ പറ്റും. അടച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ അതിലേക്ക് ആലോചിച്ച്, ഇനി അതിൽ കള്ളനെട്ടാൻ വന്നു, അതിൽ വിൻഡോ തുറന്ന് ഇങ്ങനെയൊക്കെ തുറന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചു, അങ്ങനെയൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഈ വിൻഡോയും ഈ ഡോറും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ തുറക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അല്ലാതെ ഇപ്പോൾ കള്ളന് അകത്ത് കടക്കാൻ എങ്ങനെ വഴി ഒന്നും അറിയില്ല. എൻ്റെ മനസ്സിലുള്ള തോന്നിയതാണ് കള്ളൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. പിന്നെ അതൊക്കെ വിട്ട് നോർമലായി. എന്നാലും പിന്നെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക, ആ ഡോറപ്പം എങ്ങനെയാണ്, ഞാൻ കണ്ടതാണല്ലോ. പിന്നെയും ഇതെന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിലാണ് അറിയുന്നത്, നമ്മളുടെ പരിസര ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
കണ്ടവരുണ്ട്, കള്ളനെ കണ്ടവരുണ്ട്. അതായത് അയാൾ മോഷ്ടിക്കാൻ കയറിയതാണോ എന്താണെന്ന് അറിയില്ല. ഒരു വീട്ടിൽ ഇതുപോലെ കയറി മുകളിൽ ഭാഗത്തു കൂടി കയറി ഉള്ളിലെ സ്റ്റെയറിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി വരുന്നത് കണ്ട്, പിന്നെ അത് കണ്ടെന്ന് പറഞ്ഞപ്പോൾ കള്ളൻ ഓടി എന്നുള്ള ഇതൊക്കെ നമ്മൾ അടുത്തുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ കേട്ട്, അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ, കുറച്ചപ്പുറത്തേക്കുള്ള വീടുകളിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. പിന്നെ ഏതോ ഒരു CCTV-യിൽ, കുറച്ചപ്പുറത്തേക്ക് ഈ ഭാഗത്തുള്ള ഏതോ ഒരു ഭാഗത്ത് CCTV-യിൽ ഇങ്ങനെ ഒരാൾ പോകുന്നതൊക്കെ കണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നാൽ നമ്മളെ വീട്ടിലും ഇതുപോലെ കയറി അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. പക്ഷെ ആളിങ്ങനെ അകത്തെത്തി, അതിന് ആൻസർ ഇല്ല, അറിയില്ല. എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടാവും. എന്താ ഇനിയിപ്പോൾ കള്ളൻ്റെ കഥകൾ കേട്ടതുകൊണ്ട് ഇനി തോന്നിയതാണോ എന്നും അറിയില്ല. മനസ്സിൽ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങിയെന്ന് തോന്നിയത്. പക്ഷേ ഡോറിൻ്റെ കേസ് കറക്റ്റാണ്. പക്ഷേ നമ്മൾക്ക് ആൾ കാണാത്തത് കൊണ്ട് നമുക്കത് കൺഫേം ആക്കാൻ പറ്റിയില്ല. നമ്മളെ വീട്ടിൽ കയറിയതാണോ എന്താണെന്നുള്ളത്, വീട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. അത് നമുക്ക് ഒരിക്കലും കൺഫേം പറയാൻ പറ്റില്ല. ഇങ്ങനൊരു കുറേ കാര്യങ്ങൾ കേട്ടതുകൊണ്ട് പറയാണ്. അപ്പം ചൂട് കാലമാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ചിലപ്പോൾ ജനലും വാതിലൊക്കെ ചിലപ്പോൾ ഒന്ന് തുറന്നിട്ടിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പം അതൊക്കെ ഒന്ന് എന്താ പറയുക, ശ്രദ്ധിക്കുക എല്ലാവരും. അതുപോലെ ഒന്നുകൂടി കിടക്കാൻ പോകുന്ന നേരത്ത് ഫ്രണ്ടിലെ ഡോറും മുകളിൽ ഉള്ള ഡോറായാലും ബാക്ക് ഡോറായാലും ഒക്കെ ഒന്ന് അടച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്നുകൂടി കൺഫേം ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ കിച്ചണിലെ ആ ഒരു ഡോറ് അടച്ചിട്ടുണ്ട് എന്നുള്ളത് 100% എനിക്ക് കൺഫേം ആണ്. പക്ഷേ അതുപോലെ തന്നെ ഈ 11 മണി സമയത്താണ്, 12 മണി സമയത്താണ് അച്ഛൻ ഈ ഡോറ് തുറന്ന് കിടക്കുന്നത് കാണുന്നതും അച്ഛൻ അടയ്ക്കുന്നതും. അപ്പോൾ ഈ 1 hourൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം നമ്മളുടെ വീട്ടിൽ അന്ന് രാത്രി സംഭവിച്ചിട്ടുണ്ട്. ആ ഡേയിൽ തന്നെയാണ് ഈ പരിസര ഭാഗങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളതും. പക്ഷേ ഞങ്ങൾ അറിയാൻ നെക്സ്റ്റ് ഡേയിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അപ്പം ഇയാളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരു മോഷണ ശ്രമമായിട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മളെ വീട്ടിലായാലും അടുത്തുള്ള വീട്ടിലായാലും ഇനി ആളെ കണ്ടിട്ട് ഓടിപ്പോയതാണോ, മോഷ്ടിക്കാൻ കയറിയതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ കയറിയതാണോ, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽ എന്തായാലും അറിയില്ല. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ നമ്മളുടെ ഏരിയയിൽ ഏതെങ്കിലും അപരിചിതന്മാരെ കാണുകയാണെങ്കിലും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാരണം ആ ഒരു പകൽ സമയത്തെ അപരിചിതത്വം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഞാൻ ഇന്ന് രാവിലെ ഞാൻ നമ്മളെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു, മോന് ഹോർലിക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതുപോലെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ പരിസരത്തൊന്നും. അപ്പം അയാൾ പോകുമ്പം ഇങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി പോകുന്നത് ഞാൻ കണ്ട്. പിന്നെ നമ്മളുടെ ഉള്ളിലും ഇങ്ങനൊരു എന്താ പറയുക, ഒരു കള്ളൻ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞല്ലോ പരിസര ഭാഗത്ത്. അപ്പം നമുക്ക് ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാവാം. സാധാരണ പോയ ഒരാളായിരിക്കും, എന്നാലും ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും ആരായാലും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഇതാൾ ഒരു നോട്ടം. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പറയാനും ആരും അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അയാളിങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി. ഇപ്പം പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എനിക്കിങ്ങനെ നോക്കുന്ന പോലെ ഒരു ഫീലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഇവർ പകൽ സമയങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. എല്ലാ വീടുകളും കാര്യങ്ങളും അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാലോ, ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇവർ പകൽ സമയങ്ങളിൽ ഇറങ്ങി നടക്കുന്നുണ്ടാവും. രാത്രിയാവുമ്പോൾ അവർ ഈ വീടുകളിലൊക്കെ കയറാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആർക്കും ഒരു വീടിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ടുണ്ട്. അത് നമ്മളെ വീടിൻ്റെ ഉള്ളിലൂടെ കയറിയത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കണ്ടവർ, അതായത്
വേറെ വീട്ടിൽ കണ്ട ആ വീട്ടുകാരനെ കണ്ടവരുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് ഒക്കെ എല്ലാവരും ഒന്ന് ഡോറ് അടച്ചിട്ടുണ്ടെന്ന് ഉള്ളതൊന്ന് കൺഫേം ചെയ്യുക ഒന്നുകൂടി. ഉഷ്ണകാലമാകുമ്പോൾ ജനവാതിലും വാതിലൊക്കെ ഒന്നുകൂടി എല്ലാവർക്കും ഇതുപോലെ AC ഒന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും AC ഉണ്ടാവില്ല. അതുപോലെ തന്നെ CCTV ആവും. അച്ഛൻ നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ ഈ ഡോറിൻ്റെ കേസ്, നമ്മുടെ വീട്ടിൽ സംഭവിച്ച കേസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു CCTV ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണായിരുന്നല്ലേന്ന്. അപ്പോൾ അങ്ങനെ ഈ CCTV ഒക്കെ ഇതിൽ ഒരു തെളിവായിട്ട് നമുക്ക് എന്താ പറയുക കാണാൻ സാധിക്കും. അതിലൊക്കെ ആരെങ്കിലും വരുന്നതോ അപരിചിതരായിട്ടുള്ളത് കാണാൻ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളെ വീട്ടിൽ CCTV ഇല്ല. അതുപോലെ തന്നെ AC എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലരൊക്കെ ജനവാതിലും വാതിലൊക്കെ തുറന്നിട്ട് കിടക്കാനൊക്കെ ശ്രമിക്കും. നല്ല ഉഷ്ണകാലമാണ്. അപ്പോൾ എന്നാലും എല്ലാവരും ഒന്ന് എന്താ പറയുക കൂടുതലൊന്ന് ശ്രദ്ധ കൊടുക്കുക രാത്രി കിടക്കാൻ നേരത്തെ, രാത്രിയായാലും പകലായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരണം ഇപ്പോഴും എനിക്ക് ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. കാരണം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഒരു പക്ഷേ ആ ആൾ എല്ലാ വീടുകളിലും കയറാൻ ശ്രമിച്ച പോലെയും കയറിയതുപോലെയും ഞങ്ങളെ വീട്ടിലും കയറി ആളെ കണ്ടപ്പം ഇതുപോലെ അടുക്കള ഭാഗത്തു കൂടെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും അച്ഛൻ എന്തോ ഒരു സംശയം തോന്നിയിട്ട് പോയി നോക്കിയപ്പോൾ ഡോറ് തുറന്ന് ഇട്ടത് കണ്ടത് ഉണ്ടാവുക. അപ്പോൾ അച്ഛൻ അത് ഡോറ് ക്ലോസ് ചെയ്ത് അച്ഛൻ ഉറങ്ങി. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ച ആ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത്ര മാത്രമാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു കേസ് അതുകൂടി പറയാനുണ്ട്. ഈ ഒരു സമയങ്ങളിൽ പലപ്പോഴും കുറച്ച് നായകളും പട്ടികളും ഒക്കെ രാത്രി ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതും, അതായത് അത് എന്താ പറയുക കുറച്ച് ഇങ്ങനെ ചാടി ഒരാളുടെ മേലേക്ക് ചാടുന്നല്ല, ഒരു ആളെ കണ്ടിട്ട് അയാളെ പിന്നാലെ ഓടുന്ന പോലെ അങ്ങനെയൊക്കെ ഞങ്ങൾ രാത്രി കേൾക്കാറുണ്ട്. ഈ ഒരു 12 മണി സമയത്തും അതിന് ശേഷമുള്ള സമയത്തൊക്കെ. ജസ്റ്റ് ഇന്നലെ രാത്രി കൂടി ഞങ്ങൾ അങ്ങനെ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി നോക്കിയിട്ടൊന്നുമില്ല. ഞാനും അമ്മയും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും ഒരു സിഗ്നലായിരിക്കാം. അപരിചിതരായ ആരെങ്കിലും ഈ പരിസരത്തുള്ള നായ്ക്കളോ മൃഗങ്ങളൊക്കെ കണ്ടിട്ട് അവരെ പിന്നാലെ ഓടാൻ ശ്രമിച്ചതോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ജാഗരൂകരായിട്ടിരിക്കുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്ത റബിൽ.